ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത് ലൈവ് അപ്ഡേറ്റ് അല്ല, ചില കാര്യങ്ങൾ പറയണം തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ജിഷിനും അഭിലാഷും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പോകേണ്ട കണ്ടസ്റ്റൻസ് ആയിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റൻസേ അല്ല. ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ വരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവർ പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നലെ അത്രമാത്രം ലൈവിൽ ചർച്ചയായത്? തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന അല്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രണ്ടുപേരാണ് അഭിലാഷും ജിഷിനും. ജിഷിനൊക്കെ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. കിട്ടിയ അവസരത്തിലൊക്കെ മാക്സിമം ജിഷിൻ കളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഓരോ ദിവസത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജിഷിനും അഭിലാഷും എല്ലാ ദിവസത്തെ എപ്പിസോഡിലുണ്ട്. എന്നാൽ എപ്പിസോഡിൽ പോലും കാണാതെ പോകുന്ന കുറച്ച് പേര് അവിടെ ഉണ്ട്. സാബുമാനൊക്കെ അവിടെ എന്താ ചെയ്യുന്നത്? സാബുമാനൊക്കെ എന്തിനാ ഇത്ര വോട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ 24/7 കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമാണ് വൈകുന്നേരം എപ്പിസോഡിൽ വരുന്നത്. പിന്നെ കുറച്ചും കൂടിയും ഹൈലൈറ്റ് ആയിട്ടുള്ളത് BB+ലും വരും. ഈ 24/7 നടക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് അവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. മാക്സിമം കുത്തിക്കയറ്റി BB+ലേക്ക് ഇടുന്നുണ്ട്. ഇതിനകത്ത് പോലും പെടാതെ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് സാബുമാൻ പേഴ്സണലി നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുന്നതല്ലല്ലോ പ്രേക്ഷക പ്രീതി എന്ന് പറയുന്നത്. ഇഷ്ടം ഉണ്ടാകും മനസ്സിൽ, പക്ഷെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ലൈവ് കണ്ടിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടാകുന്ന ഒരു കോണ്ടന്റ് ആണ്, നമുക്ക് മനസ്സിലാവുന്നു ആ സംഭവം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണ്, ആ കോണ്ടന്റിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഇതുണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണ്, ആരാണ് ഇതിന് തുടക്കമിട്ടിരിക്കുന്നത്. ചിലപ്പോൾ 2 ദിവസം മുമ്പത്തെ പ്രശ്നമായിരിക്കാം പിന്നീട് ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് വരുന്നത്. ഇതെല്ലാം നോക്കിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ഓരോ കണ്ടസ്റ്റൻസിനും അത് എത്തരത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചാനലിലൂടെ ഇടുന്നത്. അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഷോ നല്ല ഗംഭീരമായിട്ട് പോവുള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വെറും നിസ്സാരമായിട്ടുള്ള ഒരു ഷോ അല്ല, കണ്ടസ്റ്റൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ സീസണും വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാബുമാൻ, ലക്ഷ്മി, ആദില, നൂറ ഇവരൊന്നും അത്ര നല്ല കണ്ടസ്റ്റൻസ് ആയിട്ട് പേഴ്സണൽ തോന്നിയിട്ടില്ല. ജിഷിനും അഭിലാഷും ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം പോകേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആണ്. ജിഷിനൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ നിന്നിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. ആരും അധികം വെറുപ്പിക്കാൻ ആൾ നിൽക്കാറില്ല. അപ്പോൾ ജിഷിനൊക്കെ പോയെന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് PR-ൻ്റെ കളിയാണ്. നമ്മളൊരു ഏതെങ്കിലും ഒരു PR ടീമിനെ കൊടുത്തിട്ട് വരും, അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു വോട്ടിന് 500 രൂപ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വന്നവർക്കാണെങ്കിൽ ചുമ്മാ വീടിനുള്ളിൽ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി, കയറി പോയിക്കോളും. അങ്ങനെയുള്ളവരാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ജിഷിനും അഭിലാഷാണോ പോവേണ്ടിരുന്നത്? അവരെന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവർ വീട്ടുകാരെ കാണുന്നില്ല, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട് അല്ലേ. എല്ലാവരും അങ്ങനെ ഇടുന്നുണ്ട്. എല്ലാവരും എന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇടാണ്ട് വെറുതെ ചുമ്മാ ഇരിക്കുന്നവരൊക്കെ ഇല്ലേ, അവരൊക്കെയല്ലേ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത്. ജിഷിനും അഭിലാഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരെന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയെ കാണുന്നില്ല, പുറം ലോകമായിട്ട് കാണുന്നില്ല, ടാസ്ക് കളിക്കുന്നു, എല്ലാ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, കണ്ടൻസ് ഉണ്ടാക്കുന്നു. ഇഷ്ടപ്പെട്ടവരോട് പോലും ഒരുപക്ഷെ അവർക്ക് എതിർത്ത് പറയേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അഭിലാഷ് പോകുന്ന സമയത്ത് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോ നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷോയാണ് ഈ ഷോ ആരും ചീത്ത പറയരുത്, അല്ലെങ്കിൽ മോശം പറയരുത്, എപ്പിസോഡിൽ അടിപൊളിയായിട്ട് പോകണം, ആൾക്കാർ ഈ ഷോ കാണണം എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ കൊണ്ടൊക്കെയാണ് ഇവർ ഈ ഒരു കോണ്ടൻസ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. എന്തോ ആയിക്കോട്ടെ ഉണ്ടാക്കുന്നത് അവർ. ഇങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ പിടിച്ചു നിർത്തേണ്ടത്. അല്ലാണ്ട് ചുമ്മാ അവിടെ ഒരു ബീൻ ബാഗ് കിട്ടി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക, ഒരു സോഫ കിട്ടി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ ഉള്ളപ്പോൾ ഈ അഭിലാഷും ജിഷിനും ആയിരുന്നോ പോവേണ്ടിയിരുന്നത്? പ്രേക്ഷകരുടെ വിലയിരുത്തലിലാണ് ഈ ഓരോ കുടുംബാംഗങ്ങൾ നിൽക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസ് നിൽക്കണോ വേണ്ടേ എന്ന് ബിഗ് ബോസ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബേസ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോ വരും, നമ്മൾ നോക്കുക, വിലയിരുത്തുക. ഓരോ ദിവസം ഇന്നത്തെ ദിവസം ആരാണ് കളിച്ചിരിക്കുന്നത്, അവർക്ക് വോട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ജെനുവിനായിട്ട് സ്ട്രോങ് ആയിട്ട് നല്ലോണം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് കപ്പ് കിട്ടുകയുള്ളൂ. അതല്ലേ നമ്മളുടെ എല്ലാവരുടെയും എൻഡ് ഓഫ് ദി ഷോ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. എത്ര നാളത്തെ ആഗ്രഹമായിരിക്കും ജിഷിൻ്റെ അഭിലാഷിൻ്റെയൊക്കെ ഈ ഷോയിൽ വരണം എന്നുള്ളത്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ അവർ കളിച്ചിട്ടില്ലേ? പക്ഷേ എന്താ അവർക്ക് കിട്ടിയത്? 56ാമത്തെ ദിവസം പോകേണ്ട കണ്ടസ്റ്റൻസ് ആയിരുന്നോ? എൻ്റെ അഭിപ്രായം എല്ലാന്നാണ്. അവർക്കൊരു 80-85 ദിവസം വരെയൊക്കെ മിനിമം നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻസ് ആണ് അവർ. ഇന്നിപ്പോൾ നോമിനേഷൻ വരും, ഇതിനകത്തും വരും. ബിന്നി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഷോയുടെ തുടക്കം മുതലേ
ഓരോ പതിയെ ഗെയിം കളിച്ച് ഓരോ സിറ്റുവേഷനിലും ഗെയിം മാറ്റി കൊണ്ടുവരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ വോട്ടുകൾ എടുക്കുകയാണെങ്കിൽ ബിന്നി നിസ്സാര വോട്ടുകൾക്ക് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ബിന്നിയുടെ ഗെയിം വളരെ നന്നായിട്ട് തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ബിന്നിക്ക് വോട്ട് ഈ ആഴ്ചയും ബിന്നി നോമിനേഷനിൽ വരുവാണെങ്കിൽ വോട്ട് കുറയാനാണ് സാധ്യത. പക്ഷേ ബിന്നി വളരെ സ്ട്രോങ് ആയിട്ടും തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഒരുപക്ഷെ ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ ആയിരിക്കും അടുത്ത ആഴ്ച നഷ്ടപ്പെടുന്നത്. ഈ PR ടീം കാരണം ഈ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആദ്യം പുറത്താക്കിയിട്ട് പോരെ ഈ പറയുന്ന കണ്ടൻറ് ഉണ്ടാക്കുന്നവരെ പുറത്താക്കാനായിട്ട്. അപ്പോൾ ബിന്നിക്കൊക്കെ വളരെ വോട്ട് കുറവാണ്. ബിന്നിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ബിന്നിയാണെങ്കിലും നിവിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. നിവിൻ്റെ കളി വേറെ രീതിയിലാണ്. എല്ലാവരും ഒരേ രീതിയിൽ പോയാൽ ശരിയാവില്ലല്ലോ. നിവിൻ വേറെ രീതിയിൽ കളിക്കുന്നു, ബിന്നിയുടേതായ രീതിയിൽ കളിക്കുന്നു. ഇവർക്കൊക്കെ വോട്ടുകൾ കുറവാണ്. പിന്നെ ആര്യനും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കണ്ടൻറ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഒരു നിഷ്കളങ്കനാണ്. അപ്പോൾ ഇവർക്കൊക്കെ വോട്ടുകൾ നിലവിൽ കഴിഞ്ഞ ആഴ്ചത്തൊക്കെ നമ്മൾ വോട്ടുകൾ എടുക്കുകയാണെങ്കിൽ വോട്ടുകൾ കുറഞ്ഞ രീതിയിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ ഈ ആഴ്ചയും അവർ നോമിനേഷനിൽ വരികയാണെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ച പോകുന്നത്. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് ഷോയിൽ? അപ്പോൾ നന്നായി കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക.